ദിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ 4 മണിക്ക് നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിനുവേണ്ടി ഒരു ജാറിലേക്ക് 2 ഏലക്കായും 1/2 കപ്പ് ചോറും 1 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചതാട്ടോ. അതും കൂടെ നമുക്ക് ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പലഹാരം നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കിത് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തി കൊടുക്കാം. എന്നിട്ട് ജാറ് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇത് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ജാറ് കഴുകിയെടുത്ത് വെച്ച വെള്ളം കേട്ടോ അത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ഈ കപ്പിലിരിക്കണ ജാറ് കഴുകിയ വെള്ളമില്ലേ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ പലഹാരം ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് 1 ടീസ്പൂണോളം ജീരകം ഉണ്ട് കേട്ടോ. നല്ല ജീരകം അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഞാൻ പൊടി ശർക്കര മേടിക്കാൻ കിട്ടില്ലേ, അത് 1 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിക്കണം. ഇത് കല്ലൊന്നും ഇല്ലാത്ത കാരണം ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം, അരിക്കൊന്നും വേണ്ട. ഈ 1 കപ്പിന് ചേർത്ത് കേട്ടോ. അതൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. അത് എടുത്തു വെച്ചത് സ്കിപ്പായി പോയതാണ്. 1 കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തത് കേട്ടോ. തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് നമ്മൾ ആ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കര ചൂടോപ്പാട് തന്നെ നമ്മുടെ മാവിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ട പിടിക്കാണ്ട് ചേർക്കും തോറും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. മാവ് കട്ട ഒത്തരുത്. ഇതേപോലെ നന്നായിട്ട് യോജിപ്പിക്കുക. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് പൊടിച്ച ശർക്കര, അത് കറക്റ്റ് അളവാട്ടോ. മധുരം കറക്റ്റായിരിക്കും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാം, അധികം മധുരം വേണ്ടെങ്കിൽ. ഞാനൊരു ശകലം മാറ്റി വെച്ചായിരുന്നു കേട്ടോ. ശർക്കര വെള്ളം കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. മധുരം ഉണ്ടായിരുന്നു, പാകത്തിന് മധുരം നമുക്ക് ചേർത്താൽ മതി. ഇതുപോലെ ചൂടപ്പാട് തന്നെ മാവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പലഹാരം നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമ്മളിവിടെ കുറേശ്ശെ ചേർത്ത് യോജിപ്പിക്കുകയാണ്. ഞാൻ മാവിലേക്ക് മധുരം നോക്കിയാണ് ചേർത്തത്, അതുകൊണ്ട് ഇച്ചിരി ശർക്കര മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ 1/2 കപ്പ് വെള്ളം മാറ്റി വെച്ചില്ലേ, കഴുകി വെച്ച് ജാറ് കഴുകിയത്, ആ വെള്ളം കൂടെ അത് ചേർത്ത് കൊടുത്തിട്ട് ആ ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്തതും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് വെച്ചു. ഇനി ഈ മാവ് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ വറുത്ത് ചേർക്കാനുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 5-8 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വാളം സേമിയ അതും കൂടെ നമുക്ക് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഈ വെളിച്ചെണ്ണയും നെയ്യും കൂടെ നന്നായിട്ട് ചൂടായ ശേഷമാണ് നമ്മളിതെല്ലാം വറുത്തെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയോടെ അതിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഒരു 3/4 വേഗ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം, കരിയാതെ നോക്കണം. നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തത് 3/4 വേവായിട്ടുണ്ട്. നമുക്കിനി ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. വളരെ ടേസ്റ്റാട്ടോ ഇതൊക്കെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ. തേങ്ങ മൂത്ത മണം വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ മണം. അപ്പോൾ ചെറിയുള്ളിയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നല്ല സ്മെല്ലാണേ. എനിക്കിവിടെ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ദിയമോളാട്ടോ. എൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ട ആൾ. ഇവിടെ നന്നായിട്ട് നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സേമിയയും കൂടി ഇട്ട് കൊടുക്കണം. സേമിയയും കൂടി ഇട്ട് കുറച്ച് സമയം ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. ഈ ഒരു പലഹാരത്തേക്ക് ഈ ഐറ്റംസൊക്കെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നമ്മൾ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും മറന്നു പോകരുതേ. നമുക്കിനി ഇതിന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വയ്ക്കാം.
എന്നിട്ട് ഇത് നമ്മൾ മാവ് ഒഴിച്ച ശേഷം അതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കണേ. കുറച്ച് നമുക്ക് ആ പാത്രത്തിൽ തന്നെ നമ്മുടെ ഫ്രൈ പാനിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. വേറെ പാത്രമൊന്നും വേണ്ടി വരില്ല. നമ്മൾ ഈ വറുക്കണ ഫ്രൈ പാനിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ പാനിൽ നിരത്തി ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് സാവകാശം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങാക്കൊത്തും നമ്മുടെ സേമിയ വറുത്തതും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇനി അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലിൻ്റെ ചട്ടിയില്ലേ, അപ്പച്ചട്ടി, ആ ചട്ടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഇത് 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇരിക്കുകയല്ലേ, എന്നിട്ട് അപ്പച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് വേണം ഇത്. ഈ അപ്പച്ചട്ടി നന്നായി ചൂടായ ശേഷം സിമ്മിലിടണം. എന്നിട്ട് ഈ ഫ്രൈ പാൻ അങ്ങനെ എടുത്ത് മുകളിലോട്ട് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് സിമ്മിലിരുന്ന് വേവണം കേട്ടോ. ഞാൻ ആ ഹൈ ഫ്ലെയിമിലിരുന്ന് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഈ സിമ്മിലേക്ക് ആക്കി കേട്ടോ ഈ അപ്പച്ചട്ടി. ഇനി ഒരു 30 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിരുന്ന് വേവണം. എന്നാലേ നമ്മൾ ഉള്ളൊക്കെ നന്നായിട്ട് വേവുള്ളൂ. 30 മിനിറ്റ് കഴിഞ്ഞ ശേഷമായിട്ട് ഞാനിപ്പോൾ തുറന്ന് നോക്കിയത്. ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്, എങ്കിലും ഒന്ന് ഉള്ളു വേവാനുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒന്നും കൂടി ഞാനൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒന്നും കൂടി മൂടി വയ്ക്കുകയും ചെയ്യും. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മൂടി വെച്ച് വേവട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മറുവശം കൂടെ ഒന്ന് അല്പം ഒന്ന് നല്ല മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മറിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. കുറച്ചും കൂടെ ഒന്ന് മുരിയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ മറിച്ചിടുന്നത്. മറിച്ചിടാണ്ട് നമുക്ക് മുറിച്ച് കഴിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിടുന്നുണ്ട്. ഞാനൊന്ന് മറിച്ചിടാൻ ശ്രമിച്ചപ്പം നല്ല സോഫ്റ്റായിട്ടായിട്ടിരിക്കണം. അപ്പം ഞാൻ മറിച്ചിടണ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ചിരി ഉണ്ടാവൂലേ. ഭയങ്കര ശ്രമമായിരുന്നു കേട്ടോ. അത് പേടിയായിരുന്നു, പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ആദ്യം ഒന്ന് പൊക്കി നോക്കി, പിന്നെ ഒന്നുകൂടെ ശ്രമിച്ചു, എങ്കിലും ഞാൻ മറിച്ചിട്ടു കേട്ടോ. അത് ഒന്നും കൂടെ ഞാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമം ഞാൻ വിജയിക്കും. നന്നായിട്ടൊന്ന് പയ്യെ ശ്രമം ഫലം കണ്ടു. പൊട്ടിപ്പോവാണ്ടൊക്കെ എനിക്ക് തിരിച്ചിടാൻ പറ്റി. നല്ല ടേസ്റ്റുള്ള പലഹാരമാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മറിച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. ആ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് മുറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. 15 മിനിറ്റിന് ശേഷം ഞാനൊന്ന് എടുക്കുകയാണ്. നമ്മുടെ അടിപൊളി പലഹാരമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രസമാണ്. അത് ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റാണ് കടിക്കുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാൻ ഒരു പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. ഇതല്ല നമ്മുടെ അടിപൊളി പലഹാരം. അല്ല, നല്ല സോഫ്റ്റുമാണ്. ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റുമാണ്, പുറമേ അല്പം മുരിഞ്ഞ രീതി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നന്ദി.